ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഫിനിഷിംഗ് ആയതിനു ശേഷം നമ്മുടെ ഒരു ബെഡ്റൂം ഫിനിഷിംഗ് ആയതിനു ശേഷം ഒരു വീട്ടിലെ ബെഡ്റൂം ഫിനിഷിംഗ് ആയതിനു ശേഷം അതിൻ്റെ ഫിനിഷ് സ്റ്റേജ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ കടന്നു വരുന്ന സമയത്ത് എൻട്രൻസിലേക്ക് കടന്നു വരുന്നു. അതിനുശേഷം സീലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കട്ടിലിൻ്റെ പൊസിഷൻ 6 അടി കോട്ടിലിൻ്റെ കട്ടിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് എൻട്രൻസ് സ്വിച്ച് ഇത് കണ്ടോ, നിങ്ങൾക്ക് നമുക്ക് വരുന്ന സമയത്ത് തന്നെ 2 എൻട്രൻസ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് 2 ട്യൂബാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ട്യൂബ് ലൈറ്റിൻ്റെയും ഫാനിൻ്റെയും വരുന്നു. പിന്നെ സീലിംഗ് ലൈറ്റുകളുള്ളതുകൊണ്ട് സീലിംഗ് ലൈറ്റ്സുകളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ട്യൂബിൽ കൊടുത്തിരിക്കുന്നത് ട്യൂബ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി വരുന്ന സീലിംഗ് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബെഡിൻ്റെ മുകളിലായിട്ട് കറക്റ്റ് സെൻറ്റർ ചെയ്ത് ഫാനിൻ്റെ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഫാനിൻ്റെ പൊസിഷൻ്റെ സൈഡിലായിട്ട് സീലിംഗ് ലൈറ്റ്സ്, പിന്നെ താഴെ നമ്മളൊരു പിക്ചർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ വീഡിയോകളിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ കട്ടിലിൻ്റെ സൈഡിൽ, അതായത് 6 അടി കോട്ടിലിൻ്റെ 2 സൈഡുകളിലായിട്ട് സൈഡ് ടേബിൾ വരുന്നുണ്ട്. അതിൻ്റെ സൈഡ് ടേബിളിൽ നമ്മൾ അവിടെയാണ് നമ്മുടെ ബെഡ് സ്വിച്ചും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇത് ബെഡിൻ്റെ മുകളിലായിട്ട് വരുന്ന സീലിംഗ് ആണ്. ആ സീലിംഗ് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഇങ്ങേ അറ്റത്ത് നമ്മൾ ഓൾറെഡി കബോർഡ് വരുന്നുണ്ട്. കബോർഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ സൈഡിലേക്ക് കാണാവുന്ന രീതിയിൽ LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാനൽ ലൈറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു 5 പാനൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു എക്സ്ട്രാ പ്ലഗ്ഗാണ് നമ്മൾ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ, അതായത് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ എക്സ്ട്രാ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കബോർഡ് വർക്കാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കബോർഡ് കണ്ടോ, ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പക്ഷേ അറ്റാച്ച്ഡ് ബാത്റൂം ആണെങ്കിലും ബാത്റൂമിൻ്റെ ഡോറ് നമുക്ക് കാണാവുന്ന രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. കാരണം ഒരു അഡ്വാൻസ്ഡ് മോഡലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മോഡൽ സെലക്ട് ചെയ്യാം. കാരണം ഓൾറെഡി നമുക്ക് അവിടെ ഒരു ബാത്റൂം ഉണ്ടെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ സാധിക്കും. നിങ്ങൾ ഇതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് കബോർഡിൻ്റെ ഒരു ഡോറ് തുറന്നിട്ടാണ് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുന്നത്. ഇത് സീലിംഗ് ലൈറ്റ്സുകൾ കാര്യങ്ങൾ, പാനൽ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പിക്ചർ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കർട്ടൻ്റെ വർക്ക് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കർട്ടൻ എല്ലാം മാച്ച് ചെയ്യുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു ഇന്ത്യയിൽ ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളറുകൾ സെലക്ട് ചെയ്യാം. നമ്മൾ ഏതാണോ കർട്ടൻ സെലക്ട് ചെയ്യുന്നത് അത് തന്നെ കബോർഡ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. അതാണെങ്കിൽ കുറച്ചുകൂടി മാച്ച്ഡ് ആയിരിക്കും. പിന്നെ ബെഡ്റൂമിൻ്റെ അകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പെയിൻറ്റുകളെല്ലാം തന്നെ ഒരു ലൈറ്റ് കളറുകളാണെങ്കിൽ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ റൂമുകളിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് റൂമിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഡാർക്ക് കളറിനേലും നല്ലത് ലൈറ്റ് കളറുകളാണ്. ഐവറി കളറുകൾ, വൈറ്റ്, അല്ലെങ്കിൽ വൈറ്റിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ഐവറി പോലത്തെ കളറുകളാണ്, പ്രോഷൽ കളറുകളാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഡോറൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈ ബാത്റൂമിൻ്റെ സെൻറ്ററിൽ വരുന്ന 2 സൈഡിൽ നിന്നാണ് ഡോറ് വരുന്നത്. ഇതിലേക്കാണ് നമ്മൾ ബാത്റൂമിലേക്ക് എൻട്രൻസ് ആവുന്നത്. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ വരുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ബാത്റൂം നമുക്ക് അവിടെ പെട്ടെന്ന് അവിടെ ഉണ്ട് എന്ന് പോലും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് എൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഡിസൈനിങ് നല്ലൊരു പുതിയൊരു മോഡൽ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, 2 സൈഡിലുള്ള കബോർഡിൻ്റെ രീതിയിൽ വന്നിട്ട് കബോർഡ് നമുക്ക് യൂസ് ചെയ്യാം. കബോർഡിൻ്റെ ഒരു ഡോറായിട്ട് നമുക്ക് ഇത് വരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബാത്റൂം അവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. ഫുൾ കബോർഡായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു പുതിയ മോഡൽ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റൂമൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കളറുകൾ സെലക്ട് ചെയ്താൽ പക്ക പോസിറ്റീവ് എനർജി നമ്മുടെ റൂമിൽ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അതായത് നമ്മുടെ റൂമിലേക്ക് കയറുന്ന സമയത്ത് നമുക്കൊരു ലൈറ്റ് കളറുകളാണ് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയും. ഭാവിയിലേക്കാണെങ്കിലും റൂമിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമ്മളൊരു പ്രത്യേക ഒരു എഫക്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നത് ഒരു ലൈറ്റ് കളറുകളാണ്. ലൈറ്റ് കളറുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. ലൈറ്റ് കളറുകൾ കർട്ടനുകളെല്ലാം തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡാർക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന സമയത്തുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നീട് നമുക്കൊരു വലിയൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ലൈറ്റ് കളറുകൾ റൂമിൻ്റെ അകത്ത് സെലക്ട് ചെയ്താൽ എപ്പോഴും നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ റൂമിൻ്റെ അകത്ത് എപ്പോഴും ഫീൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കണ്ട് തന്നെ അറിയാൻ പറ്റും, ഏകദേശം ആ ലെവലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലൈറ്റുകളാണെങ്കിലും വാം വൈറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ വൈറ്റിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ വാം വൈറ്റുകളാണ് കുറച്ചുകൂടി നല്ലത്. വാം വൈറ്റ് വരുന്ന സമയത്ത് വീടിനൊരു പ്രത്യേക ലുക്കാണ് ഫീൽ ചെയ്യുന്നത്. മറ്റ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്ന വർക്കുകൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പ്രൊജക്റ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ എടുത്ത് കാണിക്കുന്നതും വാം വൈറ്റാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ആൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.